ഇവിടെ അമ്മയ്ക്കും വലിയ ഇഷ്ടാ. കേരളക്കാർക്ക് സർക്കസ് കാണിക്കണ്ടാ. മതി മതി. ഓൻ പുതിയോ ഞാനേ സുഹറെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഞാൻ അന്വേഷിച്ചു അറിയോ? പറയാലോ മോളെ. അതിനെന്താ? തമ്പുരാട്ടിക്ക് എങ്ങനെയുണ്ട്? കിടപ്പന്നെ. അത്ര പെട്ടെന്നൊന്നും മറന്ന് സൂക്കേടല്ലോ. ആരാ സാവിത്രി അവിടെ? ചെയ്താലും മാപ്പിളയമ്മേ. ചെല്ലി ചെല്ലി ബക്കം ചെല്ലി. മോളെ സാവിത്രി. എന്താ അമ്മേ? പുറം ചുട്ടിട്ടോ കുട്ടിയെ? എഴുന്നേറ്റിരിക്കണം അമ്മയ്ക്ക്. ആ സെയ്താലി എന്തിനു വന്നത്? അടക്കി പറിക്കാനാ. അകത്തുള്ള ആൾക്ക് ഇപ്പഴും സുഖമായില്ല അല്ലേ? ഇല്ല. കോട്ടയ്ക്കിലോ ഒറ്റപ്പിലാവിലോ കൊണ്ടുപോയാ സുഖാവുന്നാ തോന്നണേ. പക്ഷേ പരശുവിനെ എങ്ങനെ ബൗസിൽ കഴിഞ്ഞിരുന്ന ഇല്ലാതെ. ഇവിടുത്തെ ആനക്കാരനായിരുന്ന കാലത്ത് ബാപ്പ എല്ലാ കാര്യവും പറയാറുണ്ട്. അതൊക്കെ ഒരു കാലം. ഇന്ന് കുടുംബം വളർത്താൻ അമ്പലത്തിലെ ശാന്തി വേണ്ടി വന്നു വെച്ചാൽ തീർന്നല്ലോ. നല്ല കാലത്ത് പഠിച്ച വേദങ്ങളും മന്ത്രങ്ങളും ഇത്രയ്ക്കെങ്കിലും ഉപകരിച്ചു എന്നിരിക്കുക. ചെറിയമ്പൂരിക്ക് ഒരു ജോലി കിട്ടിയാ ഒക്കെ ശരിയാവൂലേ? നല്ല പഠിപ്പുള്ള ആളല്ലേ? പിന്നെ MA ഫസ്റ്റ് ക്ലാസ്സാ. പറഞ്ഞിട്ടെന്താ, ജോലി കിട്ടണ്ടേ? വല്ല പ്രൈവറ്റ് കോളേജിലും കിട്ടണമെന്ന് വെച്ചാൽ കൊടുക്കണം 1.5 ലക്ഷം 2 ലക്ഷം. എല്ലാം മാറൂന്ന് കൂട്ടിക്കോളി. പഠിച്ചമ്പലാന്ന് പറഞ്ഞാൽ അത് മുകളിൽ ഇരിപ്പണ്ടല്ല. നിങ്ങൾ ബേജാറാണ്ടിരി. നാരായണൻ ഇങ്ങനെ ജോലി ഇല്ലാണ്ട് നടക്കണം കാണുമ്പോ സഹിക്കുന്നില്ല. ആനകൾ മേയുന്ന തൊടികൾ, ആയിരപ്പുറ പാട്ടം വരണ നിലങ്ങൾ, കെട്ടുകെട്ട് പഠിപ്പുര മാളിക, ധാരാളം വേലക്കാരും ആശ്രിതരും. പാലയൂർ മനക്കിലെ വലിയ തിരുമേനിയുടെ പ്രതാപകാലം. പറഞ്ഞിട്ടെന്താ, ഇന്ന് ജീവിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ അമ്പലത്തിൽ ശാന്തിപ്പണി നടത്തുന്നു. നിരാശപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല ആരാണ്. ഇതിനൊക്കെ തന്നെയാ ഈ ജീവിതം എന്ന് വിളിക്കുന്നത്. ആ ചെറിയമ്പുരി എവിടേക്കാ? സൈതാലി അപ്പളയുടെ വീട് വരെ പോണം. അന്നാമച്ചേടത്തിൽ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട മോനെ, ഇന്ന് അങ്ങനെ ഞങ്ങൾ കഴിച്ചു കൂട്ടി. ആ ചെറിയമ്പുരിനെ സതി ടീച്ചർ അന്വേഷിച്ചു. കണ്ടാ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ സ്കൂളിൽ കയറുന്നുണ്ട്. എന്താ സ്കൂളില്? അടുത്ത ആഴ്ച സ്കൂളിൽ യൂണിവേഴ്സല്ലേ, അതിക്ക് ഒരു കവിത എഴുതി കൊടുത്തിരുന്നു. അതെയോ? അതിന്റെ റിഹേഴ്സൽ ഞാൻ ഉണ്ടായിരിക്കണം പ്രത്യേകം പറഞ്ഞതാ. ഞാനത് പറഞ്ഞു. എത്രയെത്ര മുഖങ്ങൾ, എന്തെല്ലാം ഭാവങ്ങൾ. ഈ ഗ്രാമം ഭാഗ്യവതിയാണ്. നന്നായിരിക്കുന്നു ടീച്ചറെ. പാടാൻ അറിയുന്ന സംഗീതാധ്യാപികയാണല്ലോ സതി. അതുമാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് നാരായണന്റെ വരികളും. ഓ, ഇപ്പൊ ധാരാളം സമയമുണ്ടല്ലോ, ഇനി എഴുതിക്കൂടെ? സമയം ഉണ്ടായിട്ട് എന്താ കാര്യം? എഴുതണ്ടേ? ഞാൻ എത്രമാത്രം പിന്നാലെ നടന്ന് പറഞ്ഞിട്ടാണെന്നോ ഇതെങ്കിലും എഴുതി തന്നത്? കാര്യമില്ല സതി, മാഘൻ പറഞ്ഞത് ശരി. ധനം സമ്പാദിച്ചോളൂ, കല നിഷ്ഫലമാണ്. കാലം മാറിയില്ലേ? ഇന്ന് കവിത എഴുതിയും ജീവിക്കുന്നവരില്ലേ? അത് മാത്രമായി ജീവിക്കുന്നവർ ചുരുക്കം. ആ, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്റർവ്യൂ എന്തായി? ആ ജോലി കിട്ടുവോ? കിട്ടണു. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 3 സകാരങ്ങളിൽ ഒന്നെങ്കിലും വേണം. സകാരങ്ങളോ? അതെ, സമ്പത്ത്, സ്വാധീനം, സംവരണം. ഇതൊന്നുമില്ലാത്തവർക്ക് ശകാരം കേട്ട് മടങ്ങാം. ഞാൻ പോവാറ്റാ. എന്താണ്? ഞാനേ പിന്നാക്ക് വാങ്ങാൻ പോവാ. പിന്നാക്ക് സൂറത്താക്കി. സൂറത്തേക്ക് എന്തിനാണ് പിണ്ണാക്ക്? ആടിനാ സുഹൃത്താന്റെ അമ്മിനിക്കുട്ടിക്ക്. എന്നിട്ട് നീ ഇവിടൊക്കെ കറങ്ങി നടക്കായിരുന്നല്ലേ? ഞാൻ സുഹറയോട് പറയട്ടെ. പിന്നാക്ക് നാളേക്കേ നീ ഒരു ബീഡിങ് വാങ്ങിച്ചേ. കാശുതാ. കാശ് അല്ലേ? വേണ്ട വേണ്ട, ബുദ്ധിമുട്ടണ്ട. ബാക്കി കാശിന്റെ കപ്പലിന്റെ വാങ്ങട്ടാ ചേച്ചി. ഇവനെ പോലെ ആയാ മതിയായിരുന്നു. എന്താ? ബന്ധുക്കളായ ആരുമില്ല, എന്നാൽ ലോകം മുഴുവൻ ബന്ധുക്കള്. വീടും കുടിയുമില്ല, എന്നാൽ എല്ലാ വീടും അവൻ്റേത്. ജാതി മതവും തിരിച്ചറിയാത്തൊരു പേരും, ബുദ്ധൂസ്. ഭാഗ്യവാൻ. നീ ഇതിനെ കുറിച്ച് ഓവറായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ അറിഞ്ഞോ? അച്ഛൻ അമ്പലത്തിന്റെയും സമുദായത്തിന്റെയും പുറകെ കിടക്കല്ലേ. അങ്ങേർക്ക് എവിടുന്നാ സമയം? വന്നപ്പോ ലേറ്റായി. നിന്റെ അല്ല അച്ഛൻ. എന്ന് സതി നടന്നോളൂ, ഞാൻ വായനശാലയിൽ നിന്ന് കയറിട്ട് വരാം. അപ്പോഴേ ഒരു പാട്ട് നമ്മ കൂടി പാടിത്തരണേ.
ടീച്ചറെ ഒന്ന് നിൽക്കുന്നേ. നമ്പൂതിരിമാരോട് മാത്രമേ മിണ്ടൂ തോന്നുന്നു, അതോ എംഎക്കാരോടോ? ഏയ് എല്ലാം അറിയണ്ട കേട്ടാ. വെളിച്ചപ്പാടെ തനിക്കറിയാവല്ലോ ഈ അമ്പലത്തിന് നമ്മുടെ സമുദായത്തിന് വേണ്ടി ഞാൻ പെടുന്ന പാടും. എന്നിട്ട് ജനങ്ങൾക്ക് ഒരു നന്ദിയുണ്ടോ? കുറ്റം കൊണ്ട് കൂലിയും. എവിടെ എന്റെ വാളും ചെലമ്പും എന്ന് എനിക്കങ്ങോട്ട് പറയാൻ തോന്നുക നാട്ടുകാരുടെ പ്രശ്നം കേൾക്കുമ്പോ. മാനില്ലെങ്കിൽ ഈ അമ്പലം എന്നേ ഇടിഞ്ഞു പൊളിഞ്ഞു പോവുമായിരുന്നു. ഓരോ അറ്റകുറ്റപ്പണികളും തേടി പിടിച്ച് ശരിയാക്കുമ്പോ ആർക്കൊരു വിലയില്ല. എന്നടാ സുന്ദരാ പിടി. അതൊക്കെ പൈസ വെട്ടിക്കാൻ വേണ്ടിയാണെന്നല്ലേ പുതിയ കണ്ടുപിടുത്തം. പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞിങ്ങനെ പോരാ, അതാ വേണ്ടത്. ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അസലായി. പിന്നെ ആരാടോ ഇതൊക്കെ കൊണ്ടു നടത്താൻ? ഒന്ന് ആലോചിച്ചാ അതും നേരാ. കക്ഷത്തിലുള്ളത് കളയാതെ ഉത്തരത്തിൽ നിന്ന് എടുക്കണം എന്നാണല്ലോ. തിരുമേനി പോലെ തിരുവിന് പോവായോ? പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ, വൈകിട്ട് വരാം. ആ ഊട്ടുവരുടെ താക്കോൽ വീട്ട് വന്നേക്കൂ. അവിടെയും കുറച്ച് റിപ്പയർ ഉണ്ട്. താക്കോല് സൂക്ഷിക്കണം, ഉരുളിയും മറ്റു സാധനങ്ങളൊക്കെ ഉള്ളതാ. അത് പിന്നെ മേനോട് പ്രത്യേകിച്ച് പറയണോ തിരുമേനി? അതെ, വാള് ഉളി കാല്. ചോറയോ? ചെറിയൊരു പേടിച്ചോ? അയ്യേ, പെണ്ണ് മരം കയറി, പെണ്ണിന്റെ മാപ്പിള തീക്കോരി. ഇനി കുറെ മാപ്പിളമാര് തീ വരട്ടെ. ആ ആകാശം മുട്ടിന് കവുങ്ങിന്റെ തുഞ്ചത്ത് കയറി സർക്കസ് കാണിക്കുന്ന ബാപ്പയുടെ മോളല്ലേ നീ? ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യും. ആട്ടെ, നീ എന്താ പാട് ചെയ്യണേ? ഇത്തിക്കണ്ണി ഒടിക്കുക ആടിന്. ആ സൂറ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. അങ്ങനെയല്ല, പിന്നെങ്ങനെയാ? 14 രാവുദിച്ചത് മാനത്തോ കശുമാവിൻ കൊമ്പത്തോ. അല്ലല്ലോ ഈ ആരായിട്ടാ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞേ? ഞാനോ? ആ ഞാൻ വർത്താനം പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ കേട്ടല്ലോ ഇപ്പൊ. അത് ജിന്ന്. അതെ, ഇതിനെക്കാട്ടിയും വലിയ ജിന്നൊക്കെ നമ്മൾ ഇറക്കിക്കലും മോനെ. അന്റെ മോളൊന്നും ഞമ്മടുത്ത് വേണ്ട കേട്ടോ. കോലത്താൻകുടി ആയ്മുട്ടിക്കാന്റെ മോളുടെ ജിന്നല്ലേ? കണ്ടപ്പോ നമ്മൾ പേടിച്ചു പോയി. ആര്? ഞമ്മള്. അല്ലല്ലല്ല, സൂറ, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്കൂളിൽ പഠിച്ച കുട്ടിയല്ലേ? കൊറേയൊക്കെ മാറ്റം ചെയ്തില്ലേ? ഇനിയും കൊറേയൊക്കെ ഉണ്ട്. ഇങ്ങള്, ഞമ്മള്, പറയൂ. ഞാൻ പറയുമ്പോ വേറൊരാളെ പറ്റി പറയും പോലെ, ഞമ്മളല്ലാത്ത പോലെ. പിന്നെയും വന്ന് ഞമ്മള് ചെറിയ തിരിച്ച് തിരിച്ചു. ഞാൻ എന്ത് ബദരീങ്ങളെ. എന്താ മേലരെ നിന്നെ വിളിക്കുമ്പോ തന്നെ അന്നൊന്ന് കാണാൻ തന്നെ ഈ കുറച്ച് കായ് തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഞമ്മന്റെ കായ് വേണ്ട മോലരെ. ഇന്നലെ ഈ വരുന്നും കരുതി ആ വർഗീസിന്റെ കടയിൽ മോൾക്ക് അങ്ങനെ കാത്തിരുന്നു. അവിടെ മനസ്സിലങ്ങനെ പറ്റിക്കരുതട്ടാ. ഞമ്മള് മുട്ടനാട്ടെ നോക്കി പോയിരിക്കായിരുന്നു. എവിടെയെല്ലാം പോയി അറിയാം മോലാർക്ക്? ഈ ഇങ്ങനെ മുട്ടനാട്ടിൽ നോക്കി നടന്നോ? അവസാനം എന്റെ പെണ്ണാട്ടിനെ വല്ലവരും കൊണ്ടുപോകും. എന്താ മോലരെ നിങ്ങൾ പറഞ്ഞു? അതെ, ഈ നായർ കുറിച്ച പുലിവാലി എന്ന് പറഞ്ഞ വർക്കില് നമ്മള് ബഹദൂർ കപാടെ പാട്ടി എടുക്കണെങ്കിൽ ഇല്ലെങ്കിൽ കേട്ടോ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പയം കാക്ക കൊത്തി പോകും, അല്ലോ കാക്കച്ചി കൊത്തി പോകും എന്നുവെച്ചാ കൊന്തം. എടാ അനക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണല്ലോള് സൂറ. ഓളാണുങ്ങൾ കൊണ്ടുപോകുന്നു.
ചെരുമ്പൂരിട്ടല്ലേ കിന്നാരം. അല്ല നമ്മളൊന്നും പറയുന്നില്ല. നേരാണ് മൊയിലാരെ. അല്ല നോണ ഒരിക്കലും നിന്ന് കുഴഞ്ഞു പറയാം. നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിക്കണം. എന്നാ ഞാൻ പോട്ടെ. ആരോടെങ്കിലും കുറച്ച് കായിട്ടോ നോക്കട്ടെ. നിൽക്കും മൊയിലാരെ. അതെ, ഈ ഓടിച്ചെന്ന് ഓളോട് ചോദിക്കൊന്നും വേണ്ട. രഹസ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചെടുക്കാൻ ഒരു വശം വേണം. ഇങ്ങനെ എന്നാ ഞാൻ തരട്ടെ.